വള്ളംകളിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയുടെ മറ്റു ഭാരവാഹികളെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം പ്രത്യേകമായി വിളിച്ചു ചേർത്തത്. നമുക്കറിയാം, അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂരും അതുപോലെ തന്നെ മണപ്പാട്ടുചിറയുമൊക്കെ ഇതിനോടകം തന്നെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെയാണ്. മലയാറ്റൂരിലേക്ക് കൂടുതൽ ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നും ആകർഷിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചെയ്തു വരുന്നതാണ്. നമുക്കറിയാം, മലയാറ്റൂർ തീർത്ഥാടന സമയത്ത് മാത്രം കൂടുതലായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന മലയാറ്റൂരിലേക്ക് ക്രിസ്തുമസ് ന്യൂ ഇയർ കാലഘട്ടത്ത് നക്ഷത്ര തടാകം എന്ന പരിപാടി സംഘടിപ്പിക്കുക വഴി വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിനുശേഷവും നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് വിപുലമായ പരിപാടികൾ നടത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആലോചനയിലാണ് മലയാറ്റൂർ മണപ്പാട്ടുചിറയിൽ ഒരു വള്ളംകളി നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയും ഒരു ആശയം ഉയർന്നു വരികയും അത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വള്ളംകളി അവിടെ നടത്തുവാനായിട്ടുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പലതവണ യോഗം ചേർന്നിരുന്നു. സംഘാടക സമിതി ആദ്യം ഒരു പ്രാഥമികമായിട്ടുള്ള ആലോചനാ യോഗം ചേർന്നു, പിന്നീട് വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർത്തു. സംഘാടക സമിതി രൂപീകരിച്ചു. MLA ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് ഒക്ടോബർ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് മലയാറ്റൂർ മണപ്പാട്ടുചിറയിൽ വള്ളംകളി മത്സരം നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മണപ്പാട്ടുചിറ ഏതാണ്ട് 120 ഏക്കറിൽ വിപുലമായി വിസ്തൃതമായി കിടക്കുന്ന ഒരു തടാകമാണ്, മനുഷ്യനിർമ്മിത തടാകമാണ്. അപ്പോൾ അവിടെ അതിന്റെ വിസ്തൃതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വലിയ ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുവന്ന് മത്സരം നടത്തുവാനായിട്ട് അവിടെ പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 12 പേര് തുഴയുന്ന ചെറുവള്ളങ്ങൾ 8 വള്ളങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആ 8 വള്ളങ്ങളെ വെച്ചുകൊണ്ടിട്ടുള്ള വിപുലമായ ഒരു വള്ളംകളി മത്സരവും അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ജലഘോഷയാത്രയുമാണ് നമ്മൾ മലയാറ്റൂരിൽ ഈ വരുന്ന ഒക്ടോബർ 2-ാം തീയതി നടത്തുവാനായിട്ട് ആലോചിച്ചിരിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങളുമൊക്കെ ആയിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ സംഘാടക സമിതിയും എല്ലാവരും ഒറ്റക്കെട്ടായി അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇത് ഒരു ഇത്രയും കാലം ഇല്ലാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് മലയാറ്റൂർ വള്ളംകളി എന്നിട്ടുള്ള ആശയം. അതിനെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ആളുകളുടെ നല്ല പങ്കാളിത്തം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് 2:30 മണി മുതൽ വൈകുന്നേരം ഒരു 5:30-6 മണി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ പല മത്സരങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ അതിന്റെ സെമി ഫൈനലും ഫൈനലും ഒക്കെ നടത്തി വിജയികളെ കണ്ടെത്തുന്ന തരത്തിലാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ വള്ളംകളി നടത്തുന്ന ടീമുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 8 ടീമുകൾ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആവശ്യമായ മുന്നൊരുക്കങ്ങളുമായി ഞങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളംകളി മത്സരം ഒരു വിജയമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ നക്ഷത്ര തടാകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പിന്തുണയും എല്ലാ കാലത്തും നൽകിയിട്ടുള്ളവരാണ്. അപ്പോൾ മലയാറ്റൂരിൽ നമ്മുടെ ഈ പുതിയ സംരംഭത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും സംസാരിക്കും. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റി കൂടി നമ്മൾ ഉചിതമായ ഒരു തീരുമാനമെടുത്തു. കാരണം കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഇതൊരു നല്ല ആശയമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വളരെ ഒരു സന്തോഷപ്രദമാകുന്ന ഒരു പരിപാടിയാണ്. മറ്റുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ വള്ളംകളിയെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വള്ളംകളി നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറെ ഒരു സന്തോഷപ്രദമാകും എന്നതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ഇതിന് മുന്നോടിയായിട്ട് MLA പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിവിധ കമ്മിറ്റികൾ കൂടിയിരുന്നു. അതിൽ ഉരുത്തിരിഞ്ഞ വന്ന ഒരു ആശയമാണ് ലോഗോ തയ്യാറാക്കണമെന്ന. അതിനു വേണ്ടിയിട്ട് നമ്മൾ 25-ാം തീയതി വരെയാണ് നമ്മൾ ലോഗോയുടെ ഇത് സ്വീകരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. 26-ാം തീയതി നമ്മൾ ലോഗോ പ്രകാശനം ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ സർവകക്ഷി നേതാക്കള് മുൻ MP MLA മുൻ MLA മാരെ കൂടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. മലയാറ്റൂർ പള്ളി വികാരി, വിമലഗിരി പള്ളി വികാരിയൊക്കെ ഉൾപ്പെടുത്തി സർവകക്ഷി നേതാക്കള്, സർവ്വമത സംഘടനാ നേതാക്കള്, SNDP അടക്കമുള്ള അങ്ങനെ മത സംഘടനാ നേതാക്കൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ നാടിനെ സന്തോഷത്തിലാണ്. ഈ ഒരു അവസരത്തിൽ വള്ളംകളി ഉണ്ടെന്ന് തന്നെ കേട്ടപ്പോൾ തന്നെ ജനം വളരെ സന്തോഷമായിട്ടാണ്. കാരണം ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന ഈ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ വള്ളംകളി കാണാനുള്ള ഒരു ആഗ്രഹം എല്ലാവരും എന്നാ തുടങ്ങണമെന്നാണ് എല്ലാവരെയും ചോദ്യം. നമ്മൾ ഒക്ടോബർ 2 തീയതി എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഒരു ദിവസമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് അവധി ദിനമാണ്, ഗാന്ധി ജയന്തി അവധി ദിനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കാണാനും കണ്ട് ആസ്വദിക്കാനും പറ്റിയ ഒരു ദിവസം കൂടിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകണം. നമ്മളിത് ഏകദേശം നമുക്കൊരു 10 ലക്ഷം രൂപയോളമാണ് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഫസ്റ്റും സെക്കൻഡും പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. 8 ടീമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും പഞ്ചായത്ത് ആദ്യമായിട്ട് നടത്തുന്നത് തന്നെ നമ്മൾ ഇതിന്റെ കുറച്ച് പോരായ്മ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാവരും ഐക്യകണ്ഠേന ഒത്തൊരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഇതിന്റെ വിജയത്തിനായിട്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണം അഭ്യർത്ഥിക്കുന്നു. 1000 രൂപയാണ്. അതുപോലെ തന്നെ 2ാം സമ്മാനം 15,000. പിന്നെ മറ്റ് അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ ഉണ്ടാവും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. നമ്മള് മന്ത്രിമാരെ ഉൾപ്പെടെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് നമുക്ക് അതുപോലെ വിശിഷ്ട വ്യക്തികളെയൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഒരു ചുരുങ്ങിയ സമയത്തിലാണ് നമ്മൾ ഇതെല്ലാം നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികള്, MLA മാര്, അതുപോലെ നമ്മുടെ MP, അതുപോലെ നമ്മുടെ ഇവിടവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികള്, മത സാമുദായിക നേതാക്കൾ, അങ്ങനെ പരമാവധി ആളുകളെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവേശന സൗജന്യമാണ്. അത് പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ ആയിട്ടുള്ള 1 രൂപ പോലും നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതല്ല. ഇത് മുഴുവൻ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ ആളുകളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയിട്ടായിരിക്കും നടത്തുന്നത്. സർക്കാരിനോ പഞ്ചായത്തിനോ പൊതുഖജനാവിനോ 1 രൂപയുടെ ബാധ്യതയില്ല. അതിന് ജനപ്രതിനിധികളും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ട്, മത സാമുദായിക സംഘടനകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമ്മൾ അതിനെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നമ്മൾ അതിന് മുൻകൈ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനങ്ങനെയില്ല. അങ്ങനെ ഒരു അസോസിയേഷൻ, അങ്ങനെ ഒരു ഇതില്ല. ഇല്ല. നമ്മൾ ആളുകൾക്ക് വന്ന് കാണാനായിട്ടുള്ള അവിടെ ചുറ്റിനും, കാരണം ഇത് ചിറയ്ക്ക് ചുറ്റും നിന്ന് ആളുകൾക്ക് കാണാവുന്ന ക്രമീകരണമാണ് ഉണ്ടാവുക. അപ്പൊ അതിന് അവിടെ ആളുകൾക്ക് നിൽക്കാൻ ഉള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ പരമാവധി നമ്മള് ഡിസ്റ്റൻസ് നമ്മളതിന്റെ ഇവിടെ KTDCയുടെ മറ്റേ IIPയുടെ ഓഫീസിന്റെ അവിടുന്ന് നമ്മൾ ആ ഗാലറിയുടെ അവിടേക്കാണ് ഫിനിഷിംഗ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ കാടപ്പാറ ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ള ഒരു ഗാലറി പോയിന്റ് ഉണ്ട്, അവിടെ ഫിനിഷിംഗ് പോയിന്റ് ആവുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. 30-ാം തീയതി നമ്മളൊരു വിളംബര ജാഥ, അതായത് ബൈക്ക് റാലി മണപ്പാട്ടിച്ചിറയിൽ നിന്ന് ആരംഭിച്ച് മലയാറ്റൂർ തോട്ടവ് കൂടി, നടുവട്ടം കൂടി, ചന്ദ്രപ്പുര, അങ്കമാലി വഴി കാലടി വന്ന് നീലിശ്ശേരത്ത് അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു ബൈക്ക് റാലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5 മണിക്ക് വിളംബര ജാഥ മണപ്പാട്ടിയിൽ നിന്ന് ആരംഭിക്കും. അത് വേറെ അവസ്ഥയിൽ തടാകം ആയതുകൊണ്ട് നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നടത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണമെങ്കിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതിയും അവരുടെ NOC അങ്ങനെ പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അത് പഞ്ചായത്തിന് അനുകൂലമായി വന്ന് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മണപ്പാട്ടിച്ചിറയുടെ ഭാവി വികസനത്തിന് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വളരെ സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് വളരെ പോസിറ്റീവാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്കത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ പഞ്ചായത്ത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ, കോടതി കേസുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അക്കാര്യത്തിൽ നടത്തിയാണത് പഞ്ചായത്തിന് ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്.
സുരക്ഷ നമ്മൾ ഈ കാണികൾക്ക് നമ്മളൊരു ഇൻഷുറൻസ് പരിപാടി നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. മറ്റ് അവിടെ വേറെ ഇതിന്റെ ചുറ്റുപാട് ആളുകൾ നിൽക്കുന്നത് വേറെ അങ്ങനെ സുരക്ഷയുടെ പരം നമ്മൾ ബാക്കി ബന്ധപ്പെട്ട നമ്മൾ സെക്യൂരിറ്റിക്കാരെയും അതിൻ്റെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ അതിനകത്തൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. കാരണം ഈ വള്ളങ്ങൾ